ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദന്മാരെ, നമ്മൾ UID നമ്പർ വെച്ചിട്ട് നമ്മൾ കുട്ടികളെ സെർച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളെ സൈറ്റിൽ ചിലപ്പോൾ കുട്ടികളെ 15 ദിവസത്തിൽ കൂടുതൽ വരാതിരുന്നാൽ ആ കുട്ടികളെ ഡിസ്കണ്ടിന്യൂ ചെയ്തു വെക്കും. പിന്നീട് ആ കുട്ടി എപ്പോഴെങ്കിലും തിരിച്ച് വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ആ കുട്ടീനെ റീസ്റ്റോർ ചെയ്യും. ഇങ്ങനെ ഈ രീതിയിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ പറഞ്ഞു തരുന്നത്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക ഇൻഷാ അല്ലാഹ്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. നമ്മൾ എന്ത് വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ സമസ്ത ഓൺലൈൻ എന്ന സൈറ്റിൽ പോവുക. നേരെ നമ്മളെ മദർസൻ്റെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമുക്ക് 15 ദിവസത്തിൽ കൂടുതൽ ഒരു കുട്ടി നമ്മളെ മദ്രസയിൽ വന്നില്ല, ഒരറിയിപ്പും ഇല്ലാതെ ആ കുട്ടി വരാതിരുന്നാൽ ആ കുട്ടിനെ നമ്മൾ ആ ക്ലാസ്സിൽ നിന്ന് ഒഴിവാക്കണം. ക്ലാസ്സിൽ നിന്ന് കുട്ടിനെ ഒഴിവാക്കണമെങ്കിൽ ഈ പച്ച എഴുത്തുണ്ടല്ല, ഇതിലാണ് പോകേണ്ടത്. ഈ പച്ച ഈ കാണുന്ന ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അടിയിൽ ലാസ്റ്റ് പോയാൽ ഇവിടെ കണ്ടങ്ങൾ UID നമ്പർ എന്ന് കാണും. ഏത് കുട്ടീനെയാണോ നമ്മളെ സൈറ്റിൽ നിന്ന് ഒഴിവാക്കേണ്ടത് വെച്ചാൽ ആ കുട്ടീൻ്റെ UID നമ്പർ കൊടുക്കുക. ഇവിടെ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ഉണ്ടല്ലോ, അത് നെക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി എന്തായി, ക്ലാസ്സിൽ നിന്ന് പോയി. പക്ഷേ നമ്മളെ മദർസൻ്റെ സൈറ്റിൽ നിന്ന് ആ കുട്ടി എന്ത് ചെയ്യൂല, പോകൂല. പിന്നെ എന്തെങ്കിലും ആ കുട്ടി വന്നാൽ അങ്ങനെ ചെയ്തു വെച്ച കുട്ടികളത് അവിടെ കാണാം. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് റീസ്റ്റോർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ കുട്ടി ഏത് ക്ലാസ്സിൽ നിന്നാണോ പഠനം നിർത്തി ബോധിച്ച അതേ ക്ലാസ്സിലേക്ക് തന്നെ കുട്ടീനെ എന്ത് ചെയ്യും, തിരിച്ചു കയറും. പിന്നെ വേണമെങ്കിൽ കുട്ടിക്ക് എന്ത് ചെയ്യാവുന്ന TC കൊടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അങ്ങനെ ചെയ്യാം. ഇങ്ങനെയാണ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് വെക്കലും റീസ്റ്റോർ ചെയ്ത് വെക്കലും. അതുപോലെ തന്നെ ഇനി ഇങ്ങനെ ചെയ്ത് വെച്ചിക്കണോ ഇല്ലേ എന്നൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യൂല, അറിയൂല. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഈ കുട്ടിൻ്റെ UID നമ്പർ ഇതാണ്, ഈ കാണുന്നതാണ് UID നമ്പർ. ഇവിടെ നിന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ കോപ്പിയായി. ഇപ്പം എന്താ, ഇവിടെ കോപ്പിയായി. ഇനി നമ്മൾ നേരെ മാനേജ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ മാനേജ് സ്റ്റുഡൻറ്റ് ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെർച്ച് സ്റ്റുഡൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ സെർച്ച് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണും. ഇവിടെ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ച UID നമ്പർ ഇവിടെ നിന്ന് ഇങ്ങനെ ലോങ് പ്രസ് ചെയ്താൽ ഇങ്ങനെ പേസ്റ്റ് എന്ന് കാണിക്കും. അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തു. നേരെ അപ്പുറത്ത് കാണുന്ന സെർച്ച് സ്റ്റുഡൻറ്റ് എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടീൻ്റെ ഡീറ്റെയിൽസ് 1A ക്ലാസ്സിലാണ് ആ കുട്ടി ഡിസ്കണ്ടിന്യൂ ചെയ്ത് വെച്ചുക്കണു എന്ന് കാണാൻ കഴിയും. ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നോക്കുക. അപ്പോൾ 1A ക്ലാസ്സിൽ കുട്ടീനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കണ്ടിന്യൂ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നതാണ് ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ തിരഞ്ഞാൽ കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയാണ് ഈ കുട്ടീനെ പോയി തിരയേണ്ടത്. അതുപോലെ ഇപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്ത് വെക്കേണ്ടത് ഇവിടെയാണ്. നേരെ ട്രാൻസ്ഫർ സ്റ്റുഡൻറ്റ് പോയിട്ട് ഈ കാണുന്ന പച്ച ബട്ടണിലാണ് പോകേണ്ടത്. ഇതിൽ പോയിട്ട് നമ്മൾ കുട്ടീൻ്റെ എന്ത് ചെയ്യുക, താഴെ പോയാൽ UID നമ്പർ കൊടുക്കുക, ഡിസ്കണ്ടിന്യൂ ചെയ്യുക. എന്നതുപോലെ പല ആളുകൾ ചോദിച്ചിരിക്കുന്ന കാര്യമാണ് TC ഇങ്ങോട്ട് വന്നാൽ കുട്ടികൾക്ക് TC ഇതാണ് TCൻ്റെ ഓപ്ഷന്. ഈ TCയിൽ 3 ഓപ്ഷൻ ഉണ്ട്. ഇതൊന്ന് പെൻഡിങ്. ഈ പെൻഡിങ് എന്ന് പറഞ്ഞാൽ TC ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, അപ്രൂവ് ചെയ്തിട്ടില്ല എന്നാണ് പെൻഡിങ് എന്നതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഈ TC ഉണ്ടെങ്കിൽ ഇവിടെ വന്നിക്കണ്, ഈ മദ്രസത്തെ എന്ത് ചെയ്തിട്ടില്ല, അപ്രൂവ് ചെയ്തിട്ടില്ല. ഇതാണ് പെൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അപ്രൂവ് ചെയ്യണം. അപ്രൂവ് ചെയ്യുമ്പോൾ അഡ്മിഷൻ ഡേറ്റും അഡ്മിഷൻ നമ്പറും ചോദിക്കുമ്പോൾ അത് അടിച്ചു കൊടുത്താൽ മതി. ഇനി ഏതെങ്കിലും ഒരു മദ്രസയിൽ നിന്ന് ഒരു കുട്ടിനെ പാസ്സാക്കാതെ ഒരു മദ്രസയിലേക്ക് ഇങ്ങോട്ട് അയച്ചു, ഓലെന്തോ ഒരു അബദ്ധവശാലോ ഓല കുട്ടിക്ക് പ്രൊമോഷൻ നൽകാതെ നമുക്ക് TC ഇങ്ങോട്ട് കൊടുത്തയച്ചാൽ നമുക്ക് കുട്ടീനെ അപ്രൂവ് ചെയ്തതിൻ്റെ ശേഷം കുട്ടിക്ക് എന്ത് ചെയ്യുക, അപ്ഗ്രേഡ് സ്റ്റുഡൻറ്റിൽ പോയിട്ട് കുട്ടി ക്ലാസ്സിന് കയറ്റത്തിന് അർഹത ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ആ കുട്ടിക്ക് ക്ലാസ് കയറ്റം കൊടുക്കുക. അതല്ലെങ്കിൽ ആ TC നേരെ അങ്ങോട്ട് തന്നെ തിരിച്ചയച്ചു കൊടുത്തുങ്ങാണ്ട് അവരെ കൊണ്ട് കുട്ടിക്ക് പ്രൊമോഷൻ നൽകിയിട്ട് രണ്ടാമത് TC നൽകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, പറയണം. അതാണ് ചെയ്യേണ്ടത്. ഏത് TC നമ്മൾ കൊടുക്കുകയാണെങ്കിലും കുട്ടികൾക്ക് നമ്മൾ TC കൊടുക്കുന്ന സമയത്ത് TC കൊടുക്കുമ്പോൾ ആ TCൻ്റെ അവിടെ പിന്നെ
കൊടുത്ത ടി സി ഇപ്പം 3 ഈ ട്രാൻസ്ഫർ സ്റ്റുഡൻറ്റിൽ പോയാൽ ഇങ്ങനെ 3 ഈ 3 ഐറ്റം പറഞ്ഞാൽ നമ്മൾ ഒന്ന് പെൻഡിങ്, അതായത് അപ്രൂവ് ചെയ്യാത്തതിനാണ് പെൻഡിങ് എന്ന് പറയാം. ഇനി വേറൊന്ന് പിന്നെ കുട്ടികളെ ഇത് ഔട്ട്, അങ്ങോട്ട് ടി സി കൊടുത്തതാണ് ഈ കാണുന്നത്. ഇങ്ങനെ ടി സി നമ്മൾ അങ്ങോട്ട് കൊടുത്ത ടി സി അവിടെ അപ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് ക്യാൻസലാക്കാനുള്ള ഓപ്ഷൻ ഇത് അവിടെ ക്യാൻസൽ എന്നടിച്ചാൽ എന്താവും, ആ ടി സി ക്യാൻസലാവും. ഇനി കുട്ടികൾക്ക് ടി സി കൊടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും നമ്മളിതാ ഡൗൺലോഡ് ടി സി എന്നതിൽ പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തെങ്ങാണ്ട് ആ ടി സി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അത് പ്രിൻ്റ് എടുത്തിട്ട് രക്ഷിതാക്കളുടെ കയ്യിൽ എന്ത് ചെയ്യണം, ആ ടി സി കൊടുക്കണം. അപ്പോൾ ആ ഡൗൺലോഡ് പോയാൽ എന്ത് ചെയ്യും, ആ ടി സി ഇതവിടെ പ്രിൻ്റായിട്ട് വരും. ഇത് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് ആ രക്ഷിതാക്കളെ കയ്യിൽ കൊടുക്കണം. അപ്പോൾ ടി സി അപ്രൂവ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഇതൊക്കെ നോക്കി ഉറപ്പ് വരുത്തിയിട്ട് കുട്ടീൻ്റെ വാപ്പാൻ്റെ പേര്, കുട്ടീൻ്റെ പേര്, അതുപോലെ തന്നെ കുട്ടി പഠിക്കുന്ന ക്ലാസ്സൊക്കെ 100% ഓക്കെ ആണെങ്കിൽ മാത്രമേ സൈറ്റിൽ പോയിട്ട് അപ്രൂവ് ചെയ്യാൻ പാടുള്ളൂ. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് ശ്രദ്ധിക്കാതെ നമ്മൾ അപ്രൂവ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടി ചിലപ്പോൾ ക്ലാസ്സിൽ പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കുട്ടീൻ്റെ വാപ്പാൻ്റെ ഇനീഷ്യലിൽ തെറ്റുണ്ടാവും, അല്ലെങ്കിൽ കുട്ടീൻ്റെ പേരിൽ തെറ്റുണ്ടാവും. ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആ ടി സി നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടി സി സൈറ്റിൽ പോയിട്ട് അപ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞ പെൻഡിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്ന ടി സി അത് നമ്മൾ അപ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനാണ് പെൻഡിങ്. അത് ഇവിടെയാണ് കാണിക്കുക. പെൻഡിങ് ടി സി എന്നുള്ളത് ഇവിടെ കാണിക്കും, ഉണ്ടെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ട്, അതുകൊണ്ടാണ് കാണിക്കണത്. പിന്നെ നമുക്കൊരു കുട്ടീനെ ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതായി കുട്ടീൻ്റെ UID നമ്പർ നേരത്തെ നമ്മൾ അടിച്ച പോലെ പിന്നെ അവിടെ UID നമ്പർ കൊടുക്കുക. ഏത് മദ്രസക്കാണ് പോകുന്നത് വെച്ചാൽ മദ്രസൻ്റെ പേരും കൊടുക്കുക. അത് നമ്മൾ വേറെ അതിൻ്റെ വീഡിയോ ഇട്ടുക്കണം. ഇത് നമ്മൾ അങ്ങോട്ട് കൊടുത്ത ടി സി ആണ്, ട്രാൻസ്ഫർ റിപ്പോർട്ട് ഔട്ട്. നമ്മൾ ഏത് മദ്രസക്കാണോ ടി സി അങ്ങോട്ട് കൊടുത്തത് ആ കുട്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് ഇവിടെ അങ്ങനെ കാണുക. ഇതൊക്കെ ഇപ്പോൾ അപ്രൂവ് ആയതാണ്. ഇപ്പോൾ 3 ടി സി ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് അവരെന്ത് ചെയ്തിട്ടില്ല, അപ്രൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ അപ്രൂവ് ചെയ്യാത്തത് നമുക്ക് ക്യാൻസൽ എന്ന് അടിച്ചാൽ എന്ത് ചെയ്യും, അത് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ ഇനി ഇതിൽ കാണുന്ന ഒരു ഓപ്ഷനാണ് ട്രാൻസ്ഫർ റിപ്പോർട്ട് ഇന്ന്, അതായത് നമ്മളെ മദ്രസയിലേക്ക് ഇങ്ങോട്ട് വന്ന ടി സി അപ്രൂവ് ചെയ്തതിൻ്റെ ശേഷം, അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്ന ടി സികളൊക്കെ മൊത്തത്തിൽ ഇവിടെ അങ്ങനെ കാണും. അതും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ ടി സി അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് ടി സി എന്നതിൽ പോയിട്ട് ആ കുട്ടികളെ നമ്മൾ മദ്രസയിലേക്ക് അഡ്മിഷൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ടി സി പ്രിൻ്റ് എടുത്തിട്ട് എന്ത് ചെയ്യണം, അവിടെ സൂക്ഷിക്കണം. ഈ കുട്ടീൻ്റെ ഇപ്പോൾ ടി സി മൊത്തത്തിൽ ഓരോന്നിനും ഓരോ ഫയലുണ്ടാവും. ടി സി കൊടുത്തതിനും ടി സി വന്നതിനൊക്കെ ഓരോ ഫയലുണ്ടാവും. അപ്പോൾ ഈ ടി സി നമ്മൾ എന്ത് ചെയ്യണം, അവിടെ സൂക്ഷിക്കണം. അപ്പോൾ കുട്ടികൾ അഥവാ നമ്മളെ സൈറ്റിൽ ക്ലാസ്സിൽ തിരഞ്ഞിട്ട് കാണാനല്ല കുട്ടി നമ്മളെ മദ്രസയിലുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പണി എന്താണ്, മാനേജ് സ്റ്റുഡൻറ്റ് പോവുക. നേരെ ഒന്നുകൂടി പറഞ്ഞു തരാണ്, നേരെ മാനേജ് സ്റ്റുഡൻറ്റിൽ പോവുക. ആ മാനേജ് സ്റ്റുഡൻറ്റിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടീൻ്റെ UID നമ്പർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി ഏത് ക്ലാസ്സിലാണ് ഉള്ളത് കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരും. ഇവിടെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, സെർച്ച് സ്റ്റുഡൻറ്റ് എന്നതിൽ പോയിട്ട് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ഇങ്ങനെ എൻ്റർ സ്റ്റുഡൻറ്റ് UID കൊടുക്കാൻ പറയും. സെർച്ച് സ്റ്റുഡൻറ്റ് ആണ് ആ കുട്ടി നേരത്തെ ഇപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിച്ച പോലെ. ഇതാണ് നമ്മൾ ടി സി കൊടുക്കുമ്പോഴും ഇനി വേറൊരു മദ്രസയിൽ നിന്ന് ടി സി ഇങ്ങോട്ട് വന്നാലും ടി സി കൊണ്ട് വരുമ്പോൾ നിർബന്ധമായിട്ടും ആ ഫോം കയ്യിൽ വേണം. അപ്പോൾ ആ ഫോമിൽ നോക്കിയിട്ട് ആദ്യം ഉറപ്പ് വരുത്തണം. എല്ലാം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ സൈറ്റിൽ കയറിയിട്ട് അപ്രൂവ് ചെയ്യാവൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ഓരോട് പറയാം, ടി സി കറക്റ്റ് അല്ല, അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് രണ്ടാമത് ശരിയാക്കിയിട്ട് അയക്കണം എന്ന് രക്ഷിതാക്കളെ നമ്മൾ അറിയിക്കുക. നമുക്ക് മദ്രസ നമ്മൾക്കും തമ്മിൽ കോൺടാക്റ്റ് ഇല്ല. നമ്മളെടുത്തേക്ക് പിന്നെ രക്ഷിതാക്കളും നമ്മളുമാണ് അതിൻ്റെ കോൺടാക്റ്റ് ഉള്ളത്. അപ്പോൾ രക്ഷിതാക്കളോട് പറയാം, ഈ ടി സിയിൽ ഇന്ന മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ട് അവിടെ തന്നെ കൊടുത്തിട്ട് ശരിയാക്കിയിട്ട് തരാൻ പറയും. എന്താ മിസ്റ്റേക്ക് എന്താ വെച്ചാൽ അതും പറഞ്ഞു അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ടി സി കൊടുക്കേണ്ടത്. ടി സികൾ വന്നതും അപ്രൂവ് ചെയ്യേണ്ട രൂപങ്ങളും ഇങ്ങനെയാണ്. അങ്ങോട്ട് പോയ ടി സി എവിടെയെന്നുള്ളതുകൊണ്ട് ഇങ്ങോട്ട് വന്ന ടി സി എവിടെയെന്നുണ്ട്. കുട്ടികളെ എങ്ങനെ ഡിസ്കണ്ടിന്യൂ ചെയ്ത് വെക്കുക എന്നുള്ള ഓപ്ഷനുണ്ട്. ഡിസ്കണ്ടിന്യൂ ചെയ്ത് വെച്ച കുട്ടീനെ റീസ്റ്റോർ ചെയ്യുക എങ്ങനെയെന്നുണ്ട്. UID വെച്ച് കുട്ടികളെ എങ്ങനെ സെർച്ച് ചെയ്യുക എന്നുള്ള അത്രയും കാര്യങ്ങൾ നമ്മളെ ഈ വീഡിയോസിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് ആദ്യം മുതൽ അവസാനം വരെ കാര്യം നിർബന്ധമായിട്ട് നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.